ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയ്ക്കൊരുങ്ങി ദുബായ്. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കി നടത്തുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശന മേളയ്ക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 13 മുതൽ 15 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയ്ക്കാണ് ജനുവരി 13 മുതൽ 15 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ വേദിയാകുന്നത്. വിട്ടുമാറാത്ത രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ആയുഷ് ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ ആയുഷ് സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത്. ആയുർവേദം, യോഗയും പ്രകൃതി ചികിത്സയും, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ആരോഗ്യശാസ്ത്ര ശാഖകളുമായി ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാക്ടീഷണർമാർ, നയരൂപകർത്താക്കൾ, വ്യവസായികൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർ മേളയിലെത്തുമെന്ന് സംഘാടകർ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു ആയുഷ് വിജ്ഞാനം, ഒരു ആയുഷിൻ്റെ ഏറ്റവും ഒരു പ്രധാന വിജ്ഞാന വേദിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ക്രോണിക് ഡിസീസസ്, അതിൻ്റെ പ്രിവെൻഷനും മാനേജ്മെൻറ്റും എങ്ങനെ ആയുഷ് സിസ്റ്റം വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന തീം. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയുഷ് സഹമന്ത്രി ഡോക്ടർ മുജ്പാറ മഹേന്ദ്രഭായ് കലുഭായ്, UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ നേതൃത്വം നൽകുന്ന 50-ലധികം ചർച്ചകളും 300-ലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമാകും. ഈ വരാൻ പോകുന്ന ആയുഷ് കോൺഫറൻസ് ആൻഡ് എക്സിബിഷനിൽ നമ്മൾ കുറച്ചുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് മിനിസ്റ്റീരിയൽ ഡിസ്കഷനിൽ G2G ഗവൺമെൻറ് ടു ഗവൺമെൻറ് ലെവൽ മീറ്റിങ്ങൾ മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ സെക്രട്ടറി വരുന്നു, മിനിസ്ട്രി ഓഫ് ആയുഷ് മിനിസ്റ്റർ വരുന്നു, പിന്നെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള മീറ്റിങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ആയുഷ് സിസ്റ്റം എങ്ങനെ മിഡിൽ ഈസ്റ്റ്, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ കൂടുതൽ ഫോഴ്സോട് കൂടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും, പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. പ്രദർശനം 3 ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ജനം, ദുബായ്.